ഞങ്ങൾ ഇന്നൊരു ഞങ്ങള് രണ്ടാളും വരുമ്പോ കിച്ചണിൽ വരുമ്പോ നല്ല സന്തോഷായി. ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് ഉണ്ടാക്കുമോ? എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? ആദ്യം വേണ്ടത് ബ്രെഡ് വേണം. പിന്നെ ബ്രെഡ് വേണം. 4 ബ്രെഡ്. നമ്മുടെ വീട്ടില് 4 ആളായതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കില് ആവശ്യമനുസരിച്ച്. പിന്നെന്താ പറയൂ? പിന്നെന്താ വേണ്ടത്? തീയ പറഞ്ഞേ. പിന്നെ ഒരു പാല് വേണം, മുട്ട വേണം, സോൾട്ട് വേണം, ഷുഗർ വേണം. ഓക്കെ, ഇത്ര മതി. അത്ര സാധനങ്ങൾ മതി. ഇനി നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ചെയ്തോളൂ. ഇതിന് പേടിക്കണേ. ഒന്നുകൂടി തട്ട്. ഇങ്ങനെ തട്ടിയിട്ട് ഗുഡ് ഗുഡ് ഗുഡ്. ഒരെണ്ണം സിയ പൊട്ടിച്ചു. നമ്മൾ എന്താ ചെയ്തേ? മുട്ട പൊട്ടിച്ചു വെച്ചു. പിന്നെ ഇനി എന്താ വേണ്ടത്? അതിൽ ആഡ് ചെയ്യണം. ഷുഗർ ആഡ് ചെയ്യണം. തുറന്നു തരണോ? ഓക്കെ, എന്നിട്ട് ഷുഗർ ആഡ് ചെയ്യോ? 2 ടീസ്പൂൺ മതി. നമുക്ക് ജസ്റ്റ് ഒരു മധുരം വേണമെന്നേ ഉള്ളൂ. നിറയെ മധുരം പാടില്ല. 2 സ്പൂൺ ഇട്ടോ. അത് ഫുള്ളിട്ടോ. ഒരെണ്ണം കൂടി ഇടും. അങ്ങനെ ആഡ് ചെയ്തു. ഫോർക്ക് വെച്ച് എപ്പോഴും ഇളക്കണേ. സ്പൂണ് യൂസ് ചെയ്യരുത്. സ്പൂണ് യൂസ് ചെയ്താൽ കറക്റ്റാവില്ല. പാടില്ല. ചേച്ചി പാൻ ഗ്യാസിലേക്ക് വെച്ചോളൂ. ദിയാണ് ഞങ്ങൾക്ക് ചൂടിന്റെ കാര്യങ്ങളൊക്കെ ദിയ ചെയ്യും. ഇങ്ങനെയുള്ള മേക്കിങ് ദിയ മോള് ചെയ്യും. പിന്നെ ഞങ്ങൾ കിച്ചണില് ഇനി തൊട്ട് 2 പേരാണ് ഇവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് വെച്ചോളൂ. പാൻ അതൊന്ന് വെച്ചു. ഓക്കെ, ഞാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ പൊരിക്കുന്ന സാധനം ശരിയാക്കണം അല്ലേ? വളരെ ശ്രദ്ധിച്ചിളക്കിയാൽ മതി. ഞാൻ അതിന് കുറച്ച് പാൽ ഒഴിക്കാൻ പോകുന്നുണ്ട്. ആ പാല് നിങ്ങൾ ഒഴിച്ച് ശരിയാവാത്തതുകൊണ്ടാണ് പോവാൻ പാടില്ല. ഈ ബ്രെഡുകൾ മുങ്ങാനുള്ള അത്ര പാലാണ് കേട്ടോ. അത് ഞാനിതിൽ ഒഴിച്ചെന്നെ കേട്ടോ. അതെ, എന്നിട്ട് ശരിയായിട്ടും കൂടി അങ്ങനെ കിച്ചണിൽ അവരുടെ കുട്ടിപ്പാചകം അല്ലേ? നല്ലപോലെ ഇളക്കി കൊടുക്കുക. എല്ലായിടവും ആ എഗ്ഗ് ബ്ലെൻഡ് ആവണം. എവിടെയും കട്ട പിടിച്ച് നിൽക്കരുത്. ഇനിയിപ്പോ തൊട്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഇട്ട് കൊടുക്കും കേട്ടോ കുട്ടികൾക്ക്. എല്ലാവർക്കും ഇങ്ങനെ കിച്ചണിൽ കയറാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ കൈയൊന്നും പൊള്ളിക്കാണ്ട് നല്ല കെയർഫുൾ ആയിട്ട് ചെയ്യില്ലേ ദിയ? ഓക്കെ, സേക്കും കൂടിയിട്ട് ഇനി മമ്മി കിച്ചണില് ഇഷ്ടമായിരുന്നു കിച്ചണിൽ കയറുന്നത്. പക്ഷെ മമ്മി കേൾക്കാറില്ല. എനിക്ക് പേടിയാണ് കുട്ടികൾ കിച്ചണിൽ കയറുന്നത്. കൈയൊക്കെ മുറിയോന്ന് പേടി കൂടുതലാണ്. അതുകൊണ്ടാണ്. എനിക്ക് കുഴപ്പമില്ല അല്ലേ? ഇനി 2 ആളും കൂടി ഷെയർ ചെയ്യൂല. അപ്പൊ അമ്മയ്ക്ക് വയ്യാണ്ടാവുന്ന ദിവസം പോലെ ബ്രെഡൊക്കെ വാങ്ങിച്ച് ചേട്ടനും അനിയത്തിമാരൊക്കെ കൂടി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ എളുപ്പമായില്ലോ. ചോറ് തന്നെ കഴിക്കണമെന്നില്ലല്ലോ. നൂഡിൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ? ഇല്ല, ചൂടായിട്ടുണ്ടോ? ഒക്കെ തിരക്കട്ടെ. ഞാൻ കുഞ്ഞു ആക്കി കഴിയുന്നില്ല. മതി മോനെ, മതി. അധികം ഉണ്ടാക്കിയാൽ അപകടം വരും. ഇതിന് ശേഷം എവിടെ വെക്കണം? വെക്കാം. ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ പാനായതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇങ്ങനെ 2 സൈഡും
കുറച്ച് വലിയിട്ടാണെങ്കിൽ അതെ കറക്റ്റ് ആയിട്ട് വന്നത് എനിക്ക് ഇപ്പൊ കഴിക്കാനുള്ളതായി ഇത് ചൂടോടുകൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കണം എനിക്ക് അത് വല്ല ചേട്ടന് കൊടുക്കണം അപ്പൊ എനിക്ക് വേണ്ടേ വേണ്ട അപ്പൊ ഇപ്പൊ രണ്ടെണ്ണേ അമ്മ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി രണ്ടെണ്ണം കൂടി ഉണ്ടാക്കി തരാം അവൻ തന്നിട്ടുണ്ട് ജാനിന് എന്താന്ന് ജാനിന് കിട്ടിയിരിക്കണേ ഫസ്റ്റ് കിട്ടി എന്തിനാണ് കഥാപ്രസംഗത്തിൽ അല്ലേ ചേട്ട കഥാപ്രസംഗമല്ല ഹാർമോണിയം വായിക്കലായിരുന്നു ഇത് ക്ഷീണിച്ചിട്ടാണല്ലോ അത് ഒരാളാണോ അതുകൊണ്ട് വ്യത്യാസം സ്വന്തം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ കൂട്ടുകാരോട് ചോദിക്കണേ അവനെ വീട്ടിൽ സ്വന്തം ഉണ്ടാക്കാറുണ്ടോ സ്വന്തം ഫുഡ് ഉണ്ടാക്കി ഇഷ്ടമാണോ കഴിക്കാൻ അതൊക്കെ നല്ല ടേസ്റ്റ് തോന്നും പൊതുവെ അപ്പൊ അത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ രണ്ട് ബ്രെഡ് ടോസ്റ്റ് റെഡിയാണ് ഇത്ര ഈസിയാണ് ഞാനിതൊന്ന് കട്ട് ചെയ്ത് തരാം അത് കുറച്ചുകൂടി ഇങ്ങനെ ഈസി ആയിരിക്കും കഴിക്കാനായിട്ട് ജാമു വേണ്ട മമ്മ വേണ്ട ജാമ് പാടില്ല കേട്ടോ ജാമില്ലാണ്ടാണ് അത് കഴിക്കേണ്ടത് അതിനാണ് നമ്മള് മിൽക്കും ഷുഗറും ഒക്കെ ആഡ് ചെയ്ത് ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന നേരത്താണെങ്കിൽ നമുക്ക് വിശപ്പ് വാങ്ങാനുള്ളത് ഭംഗിയുണ്ട് ഞങ്ങൾ കഴിച്ചു നോക്കുക ഓരോ പീസ് ആയിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുണ്ടാവും ഏതാ രസം എടുത്തോ നോക്കുക അത് ടേസ്റ്റ് ആണെങ്കിൽ പറയണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അവിടെ സ്വന്തം ഉണ്ടാക്കിയ ഫുഡ് ആർക്കും ഇഷ്ടായത് നീ സ്വതവേ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് സിയമോൾക്ക് ഇഷ്ടായോ അപ്പൊ ഇനി അടുത്ത വിഭവമായിട്ട് കാണാന്ന് പറ റെസിപ്പി അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ